കണ്ണൂരിൽ വരുന്ന പുതിയ കോടതി സമുച്ചയത്തിന് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. സമുച്ചയത്തിന് ആദ്യഘട്ടത്തിൽ 4 നിലകളാണ് ഉണ്ടാവുക. 2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്ന് കണ്ണൂർ കുടുംബ കോടതി ജഡ്ജ് RL ബൈജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂരിലെ കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ശിലാസ്ഥാപന ചടങ്ങ്. 1907 ബ്രിട്ടീഷ് ഭരണകാലത്ത് മട്ടന്നൂരിന് അടുത്തുള്ള ചാവശ്ശേരിയിൽ സ്ഥാപിച്ച കോടതി 2 വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ കുടുംബ കോടതി, ഡിജിറ്റൽ ജില്ലാ കോടതി, സബ് കോടതി, 2 മുൻസിഫ് കോടതികൾ, 3 മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് കണ്ണൂരിലുള്ളത്. സ്ഥലപരിമിതിയും കെട്ടിടപരിമിതിയും കാരണമാണ് പുതിയ കോടതികൾ കണ്ണൂരിൽ അനുവദിക്കാതിരുന്നത്. 7 നിലകളടങ്ങിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ കണ്ണൂരിൽ പുതിയ കോടതികൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരുപാട് വന്നു. നമുക്കറിയാം, സബ് കോടതി ആദ്യം ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് വന്നു. ഫാമിലി കോടതി വന്നു. പിന്നെ ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതി കൂടി നമുക്ക് വരാൻ പോകുന്നുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ഇപ്പം നേരത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കിയതാണ്, മൊബൈൽ കോടതി. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പം നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മജിസ്ട്രേറ്റ് കോടതി, അതും പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കോടതികളും അതുപോലെ ഇനിയൊരു ഡിജിറ്റൽ കോടതി തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഹൈക്കോടതി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പുതിയ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്ഥലപരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു ആശ്വാസമാണ്. ഇവിടുത്തെ പബ്ലിക്കിന്, കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അതുപോലെ അഡ്വക്കേറ്റ്സ് കമ്മ്യൂണിറ്റി ആയാലും അഡ്വക്കേറ്റ് ക്ലർക്സ് ആയാലും അങ്ങനെ പലർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിങ്ങൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു തറക്കല്ലിടൽ ഫംഗ്ഷനാണ് ഈ 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് അത് ആ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. കോടതികൾക്ക് പുറമെ ബാർ അസോസിയേഷൻ ഓഫീസിനും ലൈബ്രറിക്കും അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ ഓഫീസിനും പുതിയ കെട്ടിടത്തിൽ സൗകര്യമുണ്ടായിരിക്കും. കൂടാതെ കുടുംബ കോടതിയിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ചൈൽഡ് മുറികളും ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേക സൗകര്യവും ഉണ്ടാകും. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് 2 വർഷം കൊണ്ട് 4 നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 24.55 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കെട്ടിട നിർമ്മാണത്തിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. മൊത്തം 40.25 കോടിയുടെ പ്രൊജക്റ്റിലാണ് കെട്ടിട നിർമ്മാണം. കണ്ണൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, നിയമരംഗത്തെ ഒട്ടേറെ പ്രഗത്ഭമതികളായ വ്യക്തികളുടെയും ന്യായാധിപന്മാരുടെയും മുൻ അസോസിയേഷൻ ഭാരവാഹികളുടെയും ബാർ മാധ്യമങ്ങളുടെയും നിരന്തരമായ പ്രവർത്തന ഫലമായാണ് കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാകുന്നത്. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനാകും. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, K സുധാകരൻ MP, കളക്ടർ അരുൺ K വിജയൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സഹദേവൻ, PWD എഞ്ചിനീയർ ഷാജി തയ്യിൽ, എക്സിക്യൂട്ടീവ് അഡീഷണൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP രാജേന്ദ്ര ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ്, കണ്ണൂർ കുടുംബ കോടതി ജഡ്ജ് RL ബൈജു എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സഹദേവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് GV പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാബുരാജ് കോലാരത്ത്, എക്സി കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ഹംസക്കുട്ടി എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.